അപ്പോൾ രണ്ടാമത്തെ ലെസണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കീബോർഡിന് നമ്മൾ ഫോളോ ചെയ്യുന്നത് ഈ ബുക്കാണ്. ഈ ബുക്ക് നമുക്ക് ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നതാണ്. അടുത്തായി വെസ്റ്റേൺ നോട്ടുകളെ പറ്റി പഠിക്കാം. നോട്ട്സ് എന്ന് പറയുന്നത് ഇതുപോലെ ഈ കാണുന്നതാണ്. ഇതാണ് നോട്ട്. ഇതൊക്കെ ഓരോ നോട്ടുകളാണ്. അപ്പോൾ നോട്ടിന് ചില ഭാഗങ്ങളുണ്ട്. ഇതിനെ പറയുന്ന പേര് ഹെഡ് എന്നാണ് പറയുക. ഹെഡ്. അതുപോലെ ഈ സ്റ്റെം, ഈ വരയ്ക്ക് സ്റ്റെം എന്ന് പറയും. അതുപോലെ ഫ്ലാഗ്. ഫ്ലാഗ് ഉള്ളതുണ്ട്, ഇല്ലാത്തതുണ്ട്. സ്റ്റെം ഉള്ളതുണ്ട്, ഇല്ലാത്തതുണ്ട്. ഇതുപോലെ ഉള്ളു ഫില്ല് ചെയ്ത നോട്ടുണ്ട്. ഓപ്പൺ ആയിട്ടുള്ള റൗണ്ട് മാത്രം എഴുതിയിട്ടുള്ള നോട്ടുണ്ട്. ഇതുപോലെ 5 ലൈൻസ് വരച്ചാണ് നമ്മൾ വെസ്റ്റേൺ നോട്ടുകൾ എഴുതുന്നത്. 5 ലൈൻസ്. ഇതിൽ ഏറ്റവും താഴെയുള്ള ലൈനാണ് ലൈൻ 1. 1, 2, 3, 4, 5. 5 ലൈൻസും 4 സ്പേസും ആണുള്ളത്. ഇത് ഫസ്റ്റ് സ്പേസ്. ഫസ്റ്റ് ലൈനിന്റെ സെക്കൻഡ് ലൈനിന്റെ ഇടയ്ക്കുള്ള സ്പേസിനെ ഫസ്റ്റ് സ്പേസ് എന്നും, ഇത് സെക്കൻഡ് സ്പേസ്, തേർഡ് സ്പേസ്, ഫോർത്ത് സ്പേസ്. അങ്ങനെ 4 സ്പേസും 5 ലൈനും ഉള്ളതാണ് നമ്മുടെ സ്റ്റാഫ് നൊട്ടേഷൻ എന്ന് പറയുന്നത്. ഇതിന് പറയുന്ന പേരാണ് സ്റ്റാഫ് നൊട്ടേഷൻ. ഇത് സ്റ്റാർട്ടിങ്ങിൽ കാണുന്ന ഇത് ജി ക്ലഫ് എന്ന് പറയും. ജി ക്ലഫ് എന്ന് പറഞ്ഞാല് കീബോർഡിന്റെ സെന്റർ പോർഷന് റൈറ്റ് സൈഡിലേക്ക് റൈറ്റ് ഹാൻഡ് കൊണ്ട് വായിക്കുന്നതാണ് ജി ക്ലഫ്. ലെഫ്റ്റ് ഹാൻഡ് കൊണ്ട് വായിക്കുന്നത് എഫ് ക്ലഫ് ആണ്. അപ്പൊ ഗിറ്റാറിലും ജി ക്ലഫ് വരുന്നുണ്ട്, കീബോർഡിലും ജി ക്ലഫ് വരുന്നുണ്ട്. അതുപോലെ കീബോർഡിലും ഗിറ്റാറിലും എഫ് ക്ലഫും വരുന്നുണ്ട്. എഫ് ക്ലഫ് വരുന്നത് ബേസ് ഗിറ്റാറിലാണ്. ഓക്കെ. അതുപോലെ ലെസന്റെ മുകളിലുള്ള നോട്ട് എബോവ് ദ സ്റ്റാഫ്. സ്റ്റാഫിന്റെ മുകളിലുള്ള നോട്ട് എബോവ് ദ സ്റ്റാഫ് ആണ്. പിന്നെ അതുപോലെ ബിലോ ദ സ്റ്റാഫ് എന്ന് പറയും, താഴെ വരുന്ന നോട്ടുകൾ. പിന്നെ ഈ നോട്ടിന്റെ ഒരു ചെറിയൊരു വര അവിടെ കാണുന്നുണ്ടാവും. അപ്പൊ ഇതിന് ആഡഡ് ലൈൻ എന്ന് പറയും. ഇതിപ്പോ ഫസ്റ്റ് ആഡഡ് ലൈൻ ആണിത്. ഇതുപോലെ 2 or 3 ആഡഡ് ലൈൻസ് ഉള്ള നോട്ടുകളുണ്ട്. അതൊക്കെ പിന്നീട് നമുക്ക് ഓരോന്നായിട്ട് പരിചയപ്പെടാം. അടുത്ത നമുക്ക് ടൈപ്സ് ഓഫ് നോട്ട്സ് എന്നുള്ളത് പരിചയപ്പെടാം. ഇതുപോലെ റൗണ്ട് മാത്രം ഇട്ട നോട്ടുണ്ട്. റൗണ്ടും സ്റ്റെമ്മും ഉണ്ട്. ഇതുപോലെ ഉള്ളു ഫില്ല് ചെയ്ത് സ്റ്റെം വരച്ച നോട്ടുണ്ട്. ഹെഡ് ഫില്ല് ചെയ്ത് സ്റ്റെം, ഫ്ലാഗ്. ഇതിന് ഫ്ലാഗ് എന്നാണ് പറയാ. ഇതൊക്കെ ഓരോ ടൈപ്പ് നോട്ടുകളാണ്. അപ്പൊ ഇതൊക്കെ നോട്ടിന്റെ അളവുകളെയാണ് സൂചിപ്പിക്കുന്നത്. ഇവിടെ റൗണ്ട് മാത്രമായിട്ട നോട്ട് 4 ബീറ്റ് ആണ് സൂചിപ്പിക്കുന്നത്. 4 ബീറ്റ്, അതായത് 1, 2, 3, 4 ഇത്രയും ടൈം സസ്റ്റെയിൻ ചെയ്ത് നിൽക്കുന്ന നോട്ടാണ് റൗണ്ട് മാത്രമുള്ള നോട്ട്. 4 ബീറ്റ് ടൈം, 4 ബീറ്റ്. അതിന് പറയുന്ന പേര് ഓൾ നോട്ട് എന്നാണ്. ഓൾ നോട്ട്. 4 ബീറ്റ് നോട്ടിന് പറയുന്ന പേര് ഓൾ നോട്ട്. അതുപോലെ 2 ബീറ്റ് അല്ലെങ്കിൽ ഹാഫ് നോട്ട്, അത് 2 ബീറ്റ് ടൈമാണ്. ഇങ്ങനെ ഒരു റൗണ്ടും സ്റ്റെമ്മും ഇട്ടാല് 2 ബീറ്റ് ടൈമാണ്. 1, 2 ഇതാണ് ഇതിന്റെ ലെങ്ത്. അപ്പൊ സി ആണെങ്കിൽ സി, ഇത്രയും ടൈം 2 ബീറ്റ് നീണ്ടു നിൽക്കും. ഇതാണെങ്കിൽ 4 ബീറ്റ് ആണെങ്കിൽ സി, ഇത്രയും സമയം. അടുത്തത് കറുപ്പ് ഹെഡും സ്റ്റെമ്മും. ഇത് 1 ബീറ്റ് ആണ്. 1 ബീറ്റിന് പറയുന്ന പേര് ക്വാർട്ടർ നോട്ട് എന്നാണ്. ക്വാർട്ടർ നോട്ട്. 8th നോട്ട് എന്ന് പറഞ്ഞാൽ അതിന്റെ സമയം സി എന്നുള്ള ഒരു ബീറ്റിന്റെ പകുതിയാണ്. സി 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 സി, 2 സി, 2 അര ബീറ്റ് വന്നാൽ 1 ബീറ്റ് ആയി. അടുത്തത് നോട്ടിന്റെ റെസ്റ്റ് ആണ്. ലെസണിൽ വരുന്ന റെസ്റ്റുകളാണ്. ആ റെസ്റ്റുകളുടെ അളവാണ് ഇവിടെ കാണിക്കാൻ പോകുന്നത്. ഇത് അര ബീറ്റ് റെസ്റ്റിന്റെ സൈനാണ്. അര ബീറ്റ് റെസ്റ്റിന്റെ സൈനാണ്. അതായത് ഞാൻ പറഞ്ഞില്ലേ സി എന്ന് പറഞ്ഞ് സി, അതാണ് അര ബീറ്റ്. സി സി, 2 അര ബീറ്റ്. അപ്പൊ 1 അര ബീറ്റ് റെസ്റ്റിന്റെ സൈനാണിത്. അതുപോലെ ഇത് 1 ബീറ്റ് റെസ്റ്റിന്റെ സൈൻ. ഒരു ക്വാർട്ടർ റെസ്റ്റ് എന്ന് പറയും. 1 ബീറ്റ് സി എന്ന് പറയുന്നത് അത്രയും സമയം റെസ്റ്റ് ആണ്. അതുപോലെ ഹാഫ് റെസ്റ്റ്, അതായത് 2 ബീറ്റ് റെസ്റ്റ്.
ഓൾ റെസ്റ്റ്, 4 ബീറ്റ് റെസ്റ്റ്. യെസ്, അപ്പോൾ ഇതാണ് നൊട്ടേഷൻ. ഈ ഫസ്റ്റ് ലെസന്റെ നൊട്ടേഷൻ ആണിത്. ഇതില് 5 ലൈൻസും 4 സ്പേസും ഉണ്ട്. ഫസ്റ്റ് ലൈനിന്റെ താഴെ ഫസ്റ്റ് ആഡർ ലൈനിൽ വരുന്ന നോട്ട് സി, അതായത് കീബോർഡില് ഫസ്റ്റ് ഫിംഗർ സി, ഇതാണ് സി. അതുപോലെ ഡി ഫസ്റ്റ് ലൈനിന്റെ താഴെ വരുന്ന നോട്ട് സെക്കൻഡ് ഫിംഗറിൽ ഡി വായിക്കാം. ഇ ഫസ്റ്റ് ലൈനിൽ വരുന്ന നോട്ട് ഇ തേർഡ് ഫിംഗർ. പിന്നെ എഫ് ഫസ്റ്റ് സ്പേസിൽ വരുന്ന നോട്ട് എഫ് ഫോർത്ത് ഫിംഗറിൽ വായിക്കാം എഫ്. അത് കഴിഞ്ഞ് ജി സെക്കൻഡ് ലൈനിൽ വരുന്ന നോട്ട് 5G എന്ന് കൊടുത്തിട്ടുണ്ട്, അതായത് ഫിഫ്ത്ത് ഫിംഗർ കൊണ്ട് വായിക്കേണ്ട ജി ആണിത്, ജി. അപ്പോ ഇത്രയും 5 നോട്ടുകളാണ് ഇപ്പൊ ഞാൻ പറഞ്ഞത്. ഇനി നമുക്ക് ലെസൺ ഫോളോ ചെയ്യാം. ആദ്യം ഞാൻ വായിച്ചു കാണിക്കുന്നതിന് മുന്നേ ഞാൻ അതൊന്ന് പറഞ്ഞുതരാം. ഇതില് 1 2 3 4 1 2 3 4 ഇതാണ് താളം പോകുന്നത്. അപ്പൊ ഇവിടെ സി 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 ഡി ഇ ഡി 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 ജി 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 എഫ് ഇ ഇ ഡി ഡി എഫ് 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 ഇ ഡി ഡി സി 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 ഡി ഇ ഡി 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 ജി 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 എഫ് ഇ ഇ ഡി ഡി സി 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 സി. ഇപ്പോ നൊട്ടേഷനെ കുറിച്ച് നിങ്ങൾക്ക് നല്ലൊരു അറിവ് കിട്ടിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇനി ഞാനത് കീബോർഡിൽ പ്ലേ ചെയ്യുന്നത് കാണിച്ചു തരാം. ഫസ്റ്റ് ലെസൺ പ്ലേ ചെയ്യുന്നത്. അപ്പോൾ ഈ പറഞ്ഞ സെക്കൻഡ് ലെസൺ ഡെയിലി ഒരു അരമണിക്കൂറെങ്കിലും നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. പ്രാക്ടീസ് എത്രയും കൂടുന്നോ അത്രയും നല്ലതാണ്. പിന്നെ അടുത്ത ലെസണുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.